നിലയിൽ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ CPI-യോട് ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല. സാധാരണ മുഖ്യമന്ത്രി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ആളല്ല. ഇതിപ്പോ വലിയ നാണക്കേടായില്ലേ സംഭവിക്കുന്നത്? അതൊക്കെ ചോദിക്കാമായിരുന്നില്ല. എന്താ അഭിപ്രായം? ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനമായല്ലോ. ഇപ്പൊ അതിലേക്ക് നമ്മൾ പോകാതിരിക്കലാണ് നല്ലത്. നമ്മൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കില്ലെന്ന് അങ്ങ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഈ കരാറിൽ that will be implemented in its entirety and in the entire state എന്ന് അവർ ആദ്യം ഒരു വരിയായിട്ട് ആ കണ്ടീഷൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അത് സംസ്ഥാനങ്ങളെ ഒരു തരത്തിൽ സമ്മർദ്ദത്തിൽപ്പെടുത്തി അതിൽ പോലും ഒപ്പിടിക്കാനായിട്ട് ഉള്ളൊരു തന്ത്രമല്ലേ? അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കാനല്ല ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ആ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇന്നത്തെ നിലയിൽ ഒരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പൊതുവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇത് നമ്മൾ റിവ്യൂ ചെയ്യുന്നു. ആ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായി തൽക്കാലം ഈ ഘട്ടത്തിൽ തീരുമാനം ഒരു കമ്മിറ്റി വന്നല്ലോ. ആ സബ് കമ്മിറ്റിയുടെ പരിശോധന പൂർത്തിയാകുന്നത് വരെ PM ശ്രീ പദ്ധതി ഇവിടെ നടപ്പാകുന്നില്ല. അങ്ങനെയൊരു നിലപാടെടുത്തു കഴിഞ്ഞ സാഹചര്യത്തിൽ പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് അത് ഗുണകരമായൊരു കാര്യമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എന്താ വലിയ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, വലിയ പദ്ധതികളാണ് ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നവകേരളത്തിന്റെ ഭാഗമായി ഒക്കെ പ്രഖ്യാപിക്കുന്നത്. പണം എവിടെ നിന്നുള്ള ചോദ്യമായിരിക്കും പ്രതിപക്ഷം നയിക്കുന്നത്. അത് ഇത് കൊടുത്തില്ലെങ്കിലല്ലേ പണം കൊടുത്തത്. പണം കയ്യിലുണ്ടാകുന്നതോടല്ലേ കൊടുക്കുന്നത്. പദ്ധതിയുമായി ഒപ്പിടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരുന്നു. സാധാരണ ഇതെല്ലാം ഞാൻ പറഞ്ഞു അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചോദ്യങ്ങൾ ഇപ്പം ഞാൻ ഒഴിവാക്കുകയാണ്. ഇതിനൊന്നും എൻ്റെ കയ്യിൽ മറുപടി ഇല്ലാത്തതുകൊണ്ടല്ല. ഞാൻ പറയുന്ന കേൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഞാനിപ്പോൾ വിശദീകരണം നൽകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് വിശദീകരണം ഇല്ലാത്തതുകൊണ്ടല്ല. ഇപ്പം ഞങ്ങൾ എത്തിച്ചേർന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണയിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ ഞാൻ തയ്യാറല്ല. അതാണ്. അതല്ലേ നേരത്തെ ഒരാൾ ചോദിച്ചത്. നിങ്ങൾ മൈക്ക് വെച്ച് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. മൈക്കില്ലാതെ നേരത്തെ ചോദിച്ചില്ലേ? നിങ്ങൾ മൈക്ക് ചോദിക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ അതിന് മറുപടി പറയൂ. അത് സർക്കാർ നിയോഗിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണോ അതല്ലാതെയാണോ 1000 രൂപയായിട്ട് ആശാവർക്കർമാരുടെ? ഇപ്പൊ ഏതായാലും പ്രഖ്യാപിച്ചല്ലോ. ഏതിന്റെ അടിസ്ഥാനത്തിലായാലും അതിരിക്കട്ടെ. അതൊക്കെ അവരെ കാര്യം വെച്ചല്ല ഞാൻ പറയുന്നത്. BJP അധ്യക്ഷൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു കുറച്ച് ദിവസം മുമ്പ്. ഈ അതിദാരിദ്ര്യ മുക്ത പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമുകൾ കേരള ഗവൺമെന്റ് തട്ടിയെടുത്ത് മെയിനിൽ നൽകുകയാണെന്നും ഇതിനേക്കാൾ ഒരുപാട് ആളുകളെ മറ്റു സംസ്ഥാനങ്ങളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോഡി സർക്കാർ മുക്തമാക്കിയിട്ടുണ്ടെന്നുമാണ് പറഞ്ഞിട്ടായിരുന്നു പദ്ധതി വേണം. അതിൽ സീമനത്താണ് പറയുന്നത്. നല്ലതല്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും നമുക്കെല്ലാവർക്കും സന്തോഷിക്കാമല്ലോ. നമ്മുടെ നാട് മാത്രമേ നന്നാകാൻ പാടുള്ളൂ നമുക്കുണ്ടോ? എല്ലാ നാടും നന്നായി വരട്ടെ. പക്ഷെ എവിടെയാണെന്ന് പറയണ്ടേ? ഇങ്ങനെ മൊത്തം പറഞ്ഞാൽ മതിയോ? ഈ കണക്കുകൾ ഞങ്ങളതല്ലാലും ഇന്ത്യ ഗവൺമെൻറ് തന്നെയല്ലേ. ഇന്ത്യ ഗവൺമെൻറ് കണക്ക് വരുമ്പോൾ നമ്മളാണല്ലോ പല കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഗുണഫലം നമ്മുടെ നാടിന് മാത്രമല്ലല്ലോ, രാജ്യത്തിനാകെയല്ലേ വരുന്നത്. അതിദാരിദ്ര്യമുക്തമായ ഒരു പ്രദേശം, അത് ഇന്ത്യ രാജ്യത്ത് കേരളം എന്നൊരു സംസ്ഥാനമുണ്ട് എന്നല്ലേ ലോകം കാണുക. അപ്പോൾ ഇന്ത്യ രാജ്യത്തിനകത്ത് അതിദാരിദ്ര്യമുക്ത പ്രദേശം ഉണ്ട് എന്നല്ലേ വരിക. അപ്പോൾ ഇന്ത്യക്കല്ലേ ക്രെഡിറ്റ്. ഇപ്പോൾ നമ്മൾ വിഴിഞ്ഞം പോർട്ടുണ്ടാക്കി. വിഴിഞ്ഞം പോർട്ട് കേരളത്തിൻ്റെതാണോ? രാജ്യത്തിൻ്റെ പോർട്ടായിട്ടല്ലേ പുറത്തറിയപ്പെടുക. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒരു അഭിമാന സ്തംഭമായിട്ടല്ലേ അത് മാറുന്നത്. അപ്പോൾ നമ്മൾ ഒരു നേട്ടമുണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സങ്കുചിതമായ ഒരു നേട്ടം മാത്രമല്ല, നാടിൻ്റെ സങ്കുചിതമായ ഒരു നേട്ടം മാത്രമല്ല, രാജ്യത്തിൻ്റെ തന്നെ നേട്ടമായിട്ടല്ലേ അത് മാറുന്നത്. ആ നിലക്കല്ലേ അതിനെ കാണേണ്ടത്. ഈ കാര്യത്തിലുള്ള സഹായം ഉണ്ടെങ്കിൽ നല്ലത് തന്നെ. നമുക്കിപ്പോൾ ഒരു സഹായവും നിഷേധിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഏതൊക്കെ സഹായമാണെന്ന് അതിൻ്റെ കൂടെ പറയുന്നത് നല്ലതാണ് എന്ന് മാത്രം. അതെ, അതല്ലേ ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു യോഗം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 5-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് എല്ലാവരുടെയും യോഗം വിളിച്ചു ചേർക്കുക. എന്നിട്ട് പൊതുവിൽ ചർച്ച ചെയ്തൊരു നിലപാടെടുക്കാമെന്നാണ് കാണുന്നത്. ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും
അഭ്യൂഹങ്ങളൊക്കെ ഉണ്ട്. മെസ്സി മെസ്സി വരുമോ അതോ ഇല്ലയോ? സ്റ്റേഡിയം തന്നെ ഒരു സ്വകാര്യ വ്യക്തിക്ക്, സ്വകാര്യ കമ്പനിക്ക് മാതൃകയില്ലാതെ കൊടുക്കാൻ പോകുന്ന ആശങ്ക വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നത്. എന്താണ് സ്റ്റേഡിയത്തിന്റെ കാര്യം പറയാം. സ്റ്റേഡിയം ഇപ്പൊ ആരെ കയ്യിലാണുള്ളത് അവരെ കയ്യിൽ തന്നെയായിരിക്കും. അതിൻ്റെ അകത്ത് ഒരു സ്വകാര്യ കമ്പനിക്കും സ്റ്റേഡിയം കൈമാറുന്ന പ്രശ്നം ഉണ്ടാവില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കളി അവിടെ നടക്കുമെന്നാണല്ലോ കണക്കാക്കിയിരുന്നത്. ഇപ്പോഴാണല്ലോ അതിന് വേറൊരു ടേൺ വന്നിട്ടുള്ളത്. ഏതായാലും ആ കളി നടക്കുമ്പോൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിനനുസരിച്ച് അവിടെ മാറേണ്ടതുണ്ട്. അതിന് സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്ത ആൾക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടത്താൻ വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ആ നടപടികൾ നടത്തുക എന്നല്ലാതെ സ്റ്റേഡിയം മുഴുവൻ അവർക്ക് വിട്ടുകൊടുക്കാൻ ഒരു ഘട്ടത്തിലും ആലോചിച്ചിട്ടില്ല. മാത്രമല്ല അങ്ങനെ വിട്ടുകൊടുക്കുകയുമില്ല. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീടാകാം. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് പിന്നീടാകാം.